നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. അതായത് സ്റ്റാറുകളായിക്കോട്ടെ, ഗാലക്സികളായിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, ആസ്ട്രോയിഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിസിബിളി നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിസിബിൾ മാറ്റർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ കാണുന്ന വിസിബിൾ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ കേവലം 5% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 95% ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. ഈ 95% ഉണ്ടാക്കിയിരിക്കുന്നത് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിനെപ്പറ്റി കഴിഞ്ഞ സയൻസ് വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി എന്നുള്ള ഒരു സംഭവം നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് ഒരു ഗ്രാവിറ്റി ഉണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ 95% ഈ സംഭവം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്നത്? അതിനെ പറ്റിയിട്ട് ഒരു പുതിയ പഠനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പഠനം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഗോസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു തരം പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാവാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. 1930കളിലാണ് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നുള്ള ഒരു സംഭവം ഹ്യൂമാനിറ്റിയിലേക്ക് വരുന്നത്. അതായത് അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്ന് നമ്മൾ ആ കാലഘട്ടത്താണ് റിയലൈസ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോവുകയും എന്താണ് ശരിക്കും ഡാർക്ക് മാറ്റർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ ശ്രമിച്ചായിരുന്നു. അതിൽപ്പെട്ട ഒരുപാട് ഹൈപ്പോത്തസിസ് ആണ് വിംബ് എന്ന് പറയുന്നത്, ആക്സിയോൺ എന്നൊക്കെ പറയുന്ന ഒരുപാട് തിയറീസ്. എനിക്ക് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് റീൽസ് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇവിടെ വിംബ് എന്ന് പറയുന്നത് വീക്ക്ലി ഇന്ററാക്റ്റീവ് മാസീവ് പാർട്ടിക്കിൾസ് എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡാർക്ക് മാറ്ററിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണ് വിംബ് എന്ന് പറയുന്നത്. ഇത്ര കാലം കൊണ്ട് വിംബും ആക്സിയോൺ എന്ന് പറയുന്ന ഈ രണ്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു തിയറിയിലാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതുവരെ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ശരിക്കുള്ള റിയാലിറ്റി. ശാസ്ത്രം എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ പഠനങ്ങളും പുതിയ പുതിയ ഹൈപ്പോസിസും നമുക്ക് പുതിയതായിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ പറഞ്ഞ വിംബും ആക്സിയോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്ര നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഇതിപ്പോ ഒരുപാട് വർഷത്തെ യാത്രയാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ, പുതിയ പുതിയ ഹൈപ്പോസിസ് ഒക്കെ ഇതിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിലെ തന്നെ ഒരു പുതിയ ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. ഈ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെയാണ് ഈ പറയുന്ന ഗോസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ വിളിക്കുന്നത്. അതായത് ഗോസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നിക് നെയിം പോലത്തെ ഒരു സംഭവം മാത്രമാണ്. ഇവിടുത്തെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്നാണ്. നിങ്ങൾ ഈ ചാനൽ കാണുന്ന ഒരു റെഗുലർ വ്യൂവർ ആണെങ്കിൽ ന്യൂട്രിനോസ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓരോ സെക്കൻഡും നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന ആ സമയത്ത് ഓരോ സെക്കൻഡും നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരുപാട് ലക്ഷം ന്യൂട്രിനോസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഹൈ എനർജി പാർട്ടിക്കിൾസിനെയാണ് ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ശരിക്കും എന്താണ് ന്യൂട്രിനോസ്, ഇത് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ തന്നെ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഒരു സൂര്യൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിന്റെ സൂര്യൻ എങ്ങനെയാണ് ശരിക്കും എനർജി ഉണ്ടാക്കുന്നത്? സൂര്യന്റെ അകത്തുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ് ചെയ്തിട്ട് അത് ഹീലിയം ആറ്റം ആയിട്ട് മാറും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള പ്രോട്ടോൺസ് നേരെ ന്യൂട്രോൺസ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ആവും. ഇവിടെ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോൾ അവിടെ ന്യൂട്രിനോസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഫോം ചെയ്യുകയും ഈ പാർട്ടിക്കിൾസ് നമ്മുടെ യൂണിവേഴ്സ് മുഴുവൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുകയും ചെയ്യും. ഈ ന്യൂട്രിനോസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അതിന് സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്നൊന്നുമില്ല. അത് ഈ പറയുന്ന ഭൂമിയുടെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്തോ, നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്തോ, അതായത് ഈ പാർട്ടിക്കിൾസ് എല്ലാം നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരു രീതിയിലുള്ള ഡാമേജോ എഫക്റ്റോ ഉണ്ടാവില്ല. അപ്പോ ഇതാണ് ശരിക്കും ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ന്യൂട്രിനോസ് അല്ല. അതായത് സ്റ്റിറൈൽ ന്യൂട്രിനോസ് ആണ് ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അതായത് ഗോസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റിറൈൽ ന്യൂട്രിനോസ് കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോ എന്താണ് ശരിക്കും സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്?
സ്റ്റിറൈൽ ന്യൂട്രിനോസിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ സാധാരണ ന്യൂട്രിനോസ് പോലെ ഇത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെയധികം ഡിഫിക്കൽട്ട് ആണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾ ആണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം തിയറിയിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യാൻ ഇത്ര അധികം നമുക്ക് പാടുപെടേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്നത് വളരെയധികം ലോ എനർജി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് എന്നാണ് ഹൈപ്പോത്തറ്റിക്കലി പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതൊരു ഹൈപ്പോത്തസിസ്, ഒരു തിയറി മാത്രമാണ്. അപ്പോൾ ആ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യാൻ ഇത്ര അധികം പാടുള്ളത്. അതൊക്കെ പോട്ടെ, ഈ പറയുന്ന സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ശരിക്കും ഉള്ള ഒരു കാര്യമാണ്, തിയറി അല്ല നിങ്ങൾ വിചാരിക്കുക. ഇതൊരു തിയറിറ്റിക്കൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ചോദ്യം എന്താ വെച്ചാൽ ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന സ്റ്റിറൈൽ ന്യൂട്രിനോസ് ഒരുപാട് കോടി വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇത് പയ്യെ ഡീകേ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിക് ഇങ്ങനെ ഡീകേ ആവൂലേ, അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഡീകേ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡീകേ ആവുമ്പോൾ അത് ഒരു തരത്തിലുള്ള റേഡിയേഷൻ, ഒരു തരത്തിലുള്ള എക്സ്റേ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എക്സ്റേ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സംഭവം ഡീകേ ആവാൻ വേണ്ട പ്രായം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രായം വരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്റേ ഫോട്ടോൺസിനെ എങ്ങനെയെങ്കിലും ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചുവിടാം. ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഹൈപ്പോത്തറ്റിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിനെ പറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക്കും അതിന് ഡീകേ പരിയുടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരിക്കുന്നത് ഗാലക്സികളുടെ കൂട്ടായ്മയിലാണ്, അതായത് ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്നാണ്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ഗാലക്സി ക്ലസ്റ്ററിന്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഈ ഗാലക്സികളെല്ലാം, അതായത് ആയിരക്കണക്കിന് ഗാലക്സികളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആണ്. അപ്പോൾ ഡാർക്ക് മാറ്റർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ പറഞ്ഞ ഗാലക്സികളുടെ കൂട്ടായ്മ, ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്നാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ പറയുന്ന എക്സ്റേ ഫോട്ടോൺസിന് നമുക്ക് നോക്കിയാൽ പോരെ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഗാലക്സി ക്ലസ്റ്ററുകളിൽ ഒരുപാട് കോടി വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഡാർക്ക് മാറ്റർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഡീകേ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുമാത്രമല്ല ഇതൊരു കൂട്ടായ്മ, അതായത് ഒരു ആയിരക്കണക്കിന് ഗാലക്സികളുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡാർക്ക് മാറ്ററിന്റെ എമൗണ്ടും അത്യാവശ്യത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഡീകേ ആയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് എക്സ്റേ ഫോട്ടോൺ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ എമിറ്റ് ചെയ്യും. അതുമാത്രമല്ല ഇതിന്റെ വലിയൊരു റീജിയൻ ഓഫ് സ്പേസ് ആയതുകൊണ്ട് തന്നെ, അതായത് ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഈ പറയുന്ന കുഞ്ഞു സിഗ്നലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഈ കുഞ്ഞു സിഗ്നൽ, അതായത് കുഞ്ഞു എക്സ്റേ ഫോട്ടോൺസിന്റെ സിഗ്നൽ എല്ലാം ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് അതൊരു അത്യാവശ്യം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നലായി മാറും. അതായത് സ്ട്രെങ്ത് ഉള്ള ഒരു സിഗ്നലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന എക്സ്റേ ഫോട്ടോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും, അതായത് ഭൂമിയിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തിയറിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ എക്സ്റേ ഫോട്ടോൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഹൈപ്പോത്തറ്റിക്കലി ഡാർക്ക് മാറ്റർ എന്നുള്ളൊരു സംഭവത്തിന്റെ പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തു എന്നല്ലേ. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നാസയുടെ XRISM എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. എക്സ്റേ ഇമേജിംഗ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മിഷൻ എന്നാണ് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിന്റെ ഫുൾ ഫോം. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഈ പറയുന്ന എക്സ്റേ സിഗ്നൽസിനെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. അതായത് വലുതാക്കി എടുക്കാനുള്ള, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നൽ ആക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഇപ്പോ നമ്മുടെ കൈവശമുള്ള ഏറ്റവും ബെസ്റ്റ് സ്പെക്ട്രോമീറ്റർ ആണ് ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ലൈറ്റിന്റെ മറ്റുള്ള റേഡിയേഷൻസിന്റെ എല്ലാം കോമ്പോണൻസിന്റെ മെഷർ ചെയ്യുന്ന ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സിനെയാണ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന ആ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഇതുവരെ നമുക്ക് യാതൊരു സിഗ്നൽസും കിട്ടിയിട്ടില്ല. 2023 ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും നമുക്ക് യാതൊരു രീതിയിലുള്ള സിഗ്നൽസും കിട്ടിയിട്ടില്ല. അതായത് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, നേരത്തെ പോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്നതും ഒരു ഹൈപ്പോത്തിസിസ് മാത്രം ആയിക്കൂടെ എന്നുള്ളത്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം അല്ല വേറെ എന്തെങ്കിലും ഒരു സംഭവം ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതായത് വിംബും ആക്സിയോൺ എന്ന് പറയുന്ന ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾസിനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അതുപോലെ ഈ ഒരു സംഭവം ഒരു ഹൈപ്പോത്തിസിസ് ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ചിലർക്കൊക്കെ ചോദിക്കാനുണ്ടാവുക. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ അന്നത്തെ ടെക്നോളജി അല്ല ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് 2023 ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ടെക്നോളജി അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഡാറ്റയും കൂടുതൽ കളക്ട് ചെയ്യുന്നതിന് സാധിക്കും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സ്റ്റിറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിക്കൂടാ എന്നുള്ളതല്ല. അതായത് ഇനി വരും കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഈ പറയുന്ന തിയറീസും ഹൈപ്പോത്തിസിസും ഒരാൾ ചുമ്മാ കയറി ഇങ്ങനെ പറയുന്നതല്ല. അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരുപാട് ആൾക്കാരുടെ സ്റ്റഡീസും റിസർച്ചിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ ആണ് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ്, ഈ പറയുന്ന ഒരു ഗോസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ. ഒരു കാലഘട്ടത്ത് പ്രകാശത്തിന് വേഗതയുണ്ട് എന്നുള്ളൊരു കാര്യം വെറും ഒരു ഹൈപ്പോത്തിസിസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ അറിയാം, പ്രകാശത്തിന് ഒരു സ്പീഡുണ്ട്, അതിനൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സ്പീഡുണ്ട്. നമുക്ക് പറയാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് ഒരു തിയറി മാത്രമായിരുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ട്രയൽ ആൻഡ് എററിലൂടെയും ഒരുപാട് കാൽക്കുലേഷൻസിലൂടെയും ഒരുപാട് ഡാറ്റയും ഉണ്ടെങ്കിൽ മാത്രമാണ് ശാസ്ത്രത്തിന് ഒരു ബലമുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഡാറ്റയാണ്. അപ്പോൾ ഡാർക്ക് മാറ്ററിനെ പറ്റിയും ഡാർക്ക് എനർജീനെ പറ്റിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം സിമ്പിൾ ആയിട്ടാണ് പറയാൻ നോക്കിയത്. കാരണം നമ്മുടെ ഈ ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത് പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ഞാൻ പറയാൻ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടി ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് കിട്ടുന്ന ഓരോ അപ്രിസിയേഷൻ ആയിട്ടാണ് ശരിക്കും ഞാൻ കരുതുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം.